യേശുക്രിസ്തു ഏകരക്ഷകന് ലോകരക്ഷകനുമാ. കണ്ണൂർ യേശുക്രിസ്തു രക്ഷകനാണെങ്കിൽ തിരുവനന്തപുരത്ത് രക്ഷകനാ, ഡൽഹിയിൽ യേശുക്രിസ്തു രക്ഷകനാ, അമേരിക്കയിൽ യേശുക്രിസ്തു രക്ഷകനാ. പ്രിയരെ, കാലം തെറ്റിയ ഒരു ജനനമായിരുന്നില്ല യേശുക്രിസ്തുവിന്റെ ജനനം. എല്ലാ വിശുദ്ധ ലിഖിതങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് എല്ലാ പ്രവാചകന്മാരുടെ നാവിലൂടെ ഈ ഭൂമിയിലേക്ക് കടന്നുവരാൻ പിതാവായ ദൈവം മന്നന്തരങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിലൂടെ പഠിപ്പിച്ചെഴുതി വെച്ച ആ ജനനത്തിന്റെ പൂർത്തീകരണമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ പൂർത്തീകരണം. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാണ് എന്ന് എഴുതി വെച്ച ആ ദൈവം, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് എഴുതി വെച്ചു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10:10. പ്രിയരെ, ഈ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട് യേശുക്രിസ്തു മരിച്ചു പോയവരെ ഉയർപ്പിച്ചു ലോകത്തിന്റെ ചരിത്രത്തില്. പ്രിയ സഹോദരങ്ങളെ, ഞങ്ങളുടെയൊക്കെ വായിൽ നിന്ന് ഒരു തെറ്റു വീഴുകയാണെങ്കിൽ ഞങ്ങളോട് പറയണമേ, ഇത് തെറ്റാണ്, ഇത് പൊട്ടത്തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാം. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, വേറെ ഒന്നുകൂടെ പൂരിപ്പിച്ചു പറയട്ടെ, ഒരു മനുഷ്യന്റെ വിശ്വാസത്തെയും അവന്റെ ജീവിത പ്രാർത്ഥനയുടെ ശൈലിയെയും ഞങ്ങൾ കുറ്റപ്പെടുത്തിക്കത്തില്ല. ഞങ്ങൾ ഒന്ന് മാത്രം പറയും, ശിരസ്സുയർത്തി നിന്ന് പറയും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. കാരണം പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശുക്രിസ്തു മനുഷ്യനായിട്ട് 33 വയസ്സുവരെ ഈ ഭൂമിയിൽ ജീവിച്ചതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. അല്ലാതെ ഇവിടെ ഈ ഗോപുരം ചെരിഞ്ഞതോ താജ്മഹാലോ ഒന്നും അല്ല, അതൊക്കെ അത്ഭുതമാണ്, അതിനെ നിഷേധിക്കുകയല്ല. കർത്താവായ യേശുക്രിസ്തു അപ്പൻ പോലും മക്കൾക്ക് വേണ്ടി രക്തം ചൊരിയാൻ വിസമ്മതിക്കുമ്പോൾ പാപികളെ രക്ഷിക്കാനായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിച്ചത് ഒരു മഹാത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് ക്രിസ്തുവർഷം പ്രിയപ്പെട്ടവരെ. ആ മഹാത്ഭുതത്തിന്റെ പേരെന്താണ്? ക്രിസ്തുവർഷമെന്ന് അറിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ട്, പ്രിയരെ, നമുക്കറിയാം, ഒരു സ്ഥലം എടുക്കണമെങ്കിൽ നമ്മൾ കാശ് കൊടുക്കണം. ആ കാശ് മേടിക്കാനായിട്ട് ബാങ്കിൽ പോയി ഇട്ടതുണ്ടെങ്കിൽ എടുക്കണം, അല്ലെങ്കിൽ സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണം പണയം വെക്കണം. എന്നാ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പാട്ട് പാടിയ ഈ സ്വർഗദേശം നേടിത്തരുന്നതിന് കർത്താവായ യേശുക്രിസ്തു ഇവിടെ വാരി വിതറിയ ചോര, പ്രിയപ്പെട്ടവരെ, ചോര കൊടുത്തു നേടിയ ആത്മാക്കള്, ചോര കൊടുത്തു നേടിയ സ്വർഗദേശം. ഇതാണ് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ അത്ഭുതം. യേശുക്രിസ്തുവിനോട് വർഗീയത പറഞ്ഞു പരത്തിയില്ല. യേശുക്രിസ്തു യുദ്ധം ചെയ്യാനായിട്ട് പഠിപ്പിച്ചിട്ടില്ല. യേശുക്രിസ്തു വാളെടുക്കാൻ പറഞ്ഞിട്ടില്ല, കുന്തമെടുക്കാൻ പറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പറയുകയാണ്, അനുഗമിച്ച ദൈവത്തെ വിശ്വസിക്കുവിൻ. ഒരു ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടില്ല, ഒരേ ഒരു ദൈവം. അതാണ് പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയില് ഒരേ ഒരു ദൈവം. ആ ദൈവത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പിതാവായ ദൈവം എന്ന് പറയും. അതൊരു പക്ഷേ നിങ്ങൾ ഭഗവാനെ എന്ന് വിളിക്കുന്നു, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ എന്ന് വിളിക്കുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണെന്ന് വിശ്വസിക്കാനായിട്ട് സാധിക്കുമോ? വിശ്വസിച്ചാൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ കണ്ടെത്തി. പ്രിയ സഹോദരങ്ങളെ, ഇതൊരു സത്യമാണ്. പ്രിയപ്പെട്ടവരെ, പവിത്ര മിശിഹാകാലത്ത് 3 ന്യായാധിപന്മാരാണ് 4 വട്ടം യേശുക്രിസ്തുവിനെ വിധിക്കപ്പെട്ടു, ഒരു കുറ്റവും കണ്ടില്ല. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പണ്ഡിതന്മാര് ഒറ്റവാചകം, ഒറ്റമുറി സുവിശേഷം എന്ന് പറയുന്ന ഒരു വചനഭാഗമുണ്ട്. പീലാത്തോസ് താലത്തിൽ വെള്ളമെടുത്ത് കൈയരുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തില് എനിക്ക് പങ്കില്ല. ഒറ്റവരി സുവിശേഷമാകട്ടോ, ശ്രദ്ധിച്ചോളും. പ്രിയപ്പെട്ടവരെ, ഈ പീലാത്തോസിന്റെ ഭാര്യ ഗ്ലാഡിസ് ഒരു കുറിപ്പ് കൊടുത്തു വിടുകയാണ് സ്വന്തം ഭർത്താവിന്. റോമൻ രാജാവിന് കൊടുത്തു വിടുക കേട്ടോ, സുപ്രീം കോടതി ജഡ്ജിക്ക് കൊടുത്തു വരിക. എന്താണെന്നറിയാമോ പറയുന്നത്? ഈ നീതിമാന്റെ രക്തത്തില് നിങ്ങൾ ഇടപെടരുത്. അവന്റെ പേര് സ്വപ്നത്തിൽ ഞാൻ വലിയ കഷ്ടം അനുഭവിച്ചു കണ്ടു. ഒറ്റവരി സുവിശേഷമാ. യേശുക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റി കൊടുത്ത യൂദാസ് പറയുകയാണ്, ഒറ്റവരി സുവിശേഷം, ഈ നിഷ്കളങ്ക രക്തത്തെ ഞാൻ ഒറ്റിക്കൊടുത്തു. ഞാൻ പോയി മരിക്കാൻ, ഇനി എനിക്ക് ജീവിക്കണ്ട. അവൻ പോയി കെട്ടിയാണോ ഉദരം പിളർന്നു. പ്രിയരെ, മരിച്ചു പോവരെ ഉയർപ്പിച്ച അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന് കയ്യും കെട്ടി അവിടെ നിന്നു കൊടുക്കണമായിരുന്നു. നിങ്ങൾ എന്നെ കൊന്നോടാ എന്ന് പറഞ്ഞ്. പ്രിയരെ, യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി മലയില് 3 ആണിയിൽ തൂങ്ങിക്കിടന്ന സംഭവം മറന്നുകൊണ്ട്
വിശ്വാസി നിനക്ക് ജീവിക്കാൻ പറ്റുമോ? യേശുക്രിസ്തുവിനെ വിസ്മരിച്ചുകൊണ്ട് ഒരു വിശ്വാസി നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുമോ? ആ പ്രാർത്ഥന പൂർണ്ണതയാണ്. നിങ്ങൾ ചിന്തിക്കണമേ, ഞങ്ങളെ പറയുന്ന സുവിശേഷത്തിന്റെ അർത്ഥവും കാതലും പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ വളച്ചൊടിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത് വാക്യാണെങ്കിലും മതമാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും സുവിശേഷം വളച്ചൊടിക്കുക. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, 2000 വർഷമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്ത് പ്രസംഗിക്കാൻ